ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഔട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അരവിന്ദും അഞ്ജലിയൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നതുകൊണ്ട് കോവളം ബീച്ചിൻ്റെ അടുത്തുള്ള ഉദയസമുദ്ര ബീച്ച് റിസോർട്ടിലേക്കാണ് പോയത്. അവിടുത്തെ കടൽ കാഴ്ചയും മനോഹരമായ അന്തരീക്ഷവും ടേസ്റ്റി ഫുഡും ഇൻഡോർ ഗെയിംസും ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഏതാണ്ട് 5.5 ഏക്കറോളം വരുന്ന ബീച്ച് ആക്സസ് ഉള്ള ഒരു റിസോർട്ടാണിത്. 2 സ്വിമ്മിംഗ് പൂൾസ്, മൾട്ടിപ്പിൾ ഡൈനിങ് ഏരിയാസ്, ഫ്രീ വൈഫൈ, സ്പാ, ആയുർവേദിക് വെൽനസ് സെൻറ്റർ, ഇൻഡോർ ഗെയിംസ്, റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്സ് ഒക്കെ ഇവിടെയുണ്ട്. ലേഡീസിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രോഗ്രാമും കണ്ടു അവിടെ ഞാൻ സൺഡേയിൽ. അപ്പം ഇവിടുത്തെ ലോബിയാണിത്. നല്ല അത്യാവശ്യം വലിയൊരു ലോബി തന്നെയാണിത്. ഞങ്ങളൊരു 1 ഡേ പാക്കേജിനാണ് പോയത്. സ്റ്റേ ചെയ്തില്ല, അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ 11 AM to 4 PM ആയിരുന്നു 1 ഡേ പാക്കേജ്. നല്ല വർത്തായിട്ടുള്ളൊരു പാക്കേജായിട്ട് ഞങ്ങൾക്ക് തോന്നി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കേട്ടോ. പിന്നെ ഞങ്ങൾ സിറ്റിയിലൊക്കെ ഷോപ്പിങ്ങിന് പോയതുകൊണ്ട് ഇവിടെ എത്താനായിട്ട് 2 മണിയായി. അതുകൊണ്ട് 2 മണിക്കൂർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാലും ഞങ്ങളെല്ലാം ഒരുവിധമൊക്കെ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി കേട്ടോ. പിന്നെ 2 മണി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശന്നിരുന്നുകൊണ്ട് ആദ്യം ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇത് അവിടുത്തെ അക്വേറിയാണ് കേട്ടോ. ലോബിയിലുള്ള നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ മീനുകളുള്ള അക്വേറിയാണ്. ആ ഫിഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് ആളുകളന്ന് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് വന്നിരുന്നു അവിടെ എന്തോ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട്. ഈവൻറ്റിനും മാരേജിനൊക്കെ പറ്റിയ നല്ലൊരു വെന്യൂ ആണിത് കേട്ടോ. അപ്പം അവിടുത്തെ സാലഡ്സൊക്കെയാണ്. ഞങ്ങൾ പിന്നെ നന്നായിട്ട് വിശന്നിരുന്നുകൊണ്ട് ഞാൻ സാലഡൊന്നും കഴിക്കാൻ പോയില്ല കേട്ടോ. പിന്നെ ഇവരെല്ലാവരും സാലഡ്സൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കാനൊക്കെ തുടങ്ങി. ഞാനാണെങ്കിൽ ആദ്യം എൻ്റെ കണ്ണുമുമ്പിൽ പെട്ടത് നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ്. തലശ്ശേരി ചിക്കൻ ബിരിയാണിയും കപ്പയും ചമ്മന്തിയൊക്കെ എടുത്ത് വെച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങി. അത് മാത്രം എനിക്ക് അന്ന് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ 12 മണിക്ക് ചോറുണ്ടെന്ന് എനിക്ക് 2 മണിയൊക്കെ എന്ന് പറഞ്ഞ സമയം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് അന്നത്തെ എൻ്റെ ഫുഡ് കേട്ടോ. അത് കഴിച്ചതോടുകൂടി എൻ്റെ വയറൊക്കെ ഫുള്ളായി. പിന്നെ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ പിന്നെയാണ് ഞാൻ പോയി നോക്കിയത് ഐറ്റംസൊക്കെ. അപ്പോൾ ഇനി വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അതല്ലാതെ അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ മെനു ഒന്ന് കാണിക്കുവാണേ. എന്നും ഒരേ മെനു ആവണമെന്നില്ല കേട്ടോ. ബോയിൽഡ് റൈസ് ഉണ്ട്, കേർഡ് റൈസ്, പിന്നെന്താ സീസയും പൊട്ടറ്റോ, ഹരാബര കബാബ്, അതായത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ പറ്റിയ എല്ലാ കറികളും ഇവിടെ ഉണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻ കറീസ് ഉണ്ടായിരുന്നു. ദാൽ ബട്ടർ ഫ്രൈ, കലാഞ്ചി ബേഗൻ വഴുതനങ്ങയായിട്ടൊരു കറി, ബേബി കോൺ ഉണ്ടായിരുന്നു. പിന്നെ ഗാർലിക് നൂഡിൽസ് ഉണ്ട്, ചില്ലി ഗാർലിക് നൂഡിൽസ്, പാസ്ത, പിന്നെ നമ്മുടെ കേരളീയ വിഭവങ്ങളൊക്കെ പ്രത്യേകം തന്നെ മാറ്റി വെച്ചിരുന്നു. സാമ്പാർ, അവിയൽ, ബീട്രൂട്ട് തോരൻ, പുളിശ്ശേരി, രസം, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോയിൻ പൊറോട്ടയും ചപ്പാത്തിയും വേറെ കാസറോളുകൾ മാറ്റി വെച്ചിരുന്നു. ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതാണ് ആകെ ഞാൻ കഴിച്ച ഒരേ ഒരു ഐറ്റം, തലശ്ശേരി ചിക്കൻ ബിരിയാണി. പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു, സോൾട്ട് ആൻഡ് പെപ്പർ, എന്തൊക്കെയോ ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. മീൻ മുരിങ്ങയൊക്കെ കറി ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇവരുടെ മെയിൻ ഐറ്റംസ്. ഇനി പിന്നെ ഉണ്ടായിരുന്നത് മസാല മോരാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ അത് 1-2 പ്രാവശ്യം എടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ നല്ല കുറേ നേരം ഇരുന്ന് പതുക്കെ കുടിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുഡെല്ലാം കഴിച്ചതാ ഡെസേർട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെസേർട്ട് നല്ല ഡെസേർട്ടിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. സേമിയ ഉണ്ടായിരുന്നു, അസോർട്ടഡ് ബർഫീസ്, ബനാന കേക്ക്, പിന്നെ സൂഫ്ലേസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പേരക്കയുടെ സൂഫ്ലേ നല്ല ടേസ്റ്റി ആയിരുന്നു. ഐസ്ക്രീം 3 ഫ്ലേവർ ഉണ്ടായിരുന്നു. അതിൽ കോഫി ഫ്ലേവർ മാത്രമേ ഞാൻ കഴിച്ച് നോക്കിയുള്ളൂ കേട്ടോ. അരവിന്ദൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞു. അവൻ്റെ പ്ലേറ്റ് വെച്ചിരിക്കുന്നത് കണ്ടോ, നല്ല നീറ്റായിരിക്കും. അവരെപ്പോൾ കഴിച്ചാലും അവൻ്റെ പ്ലേറ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതെവിടുന്ന് അവൻ ശീലം കിട്ടിയതെന്ന് എനിക്കറിയില്ല. നല്ല നീറ്റായിട്ടിരിക്കും പ്ലേറ്റ് കാണുമ്പോൾ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയത്, ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പ്രതിമയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു ചെറിയൊരു ഇൻഡോർ ഗാർഡൻ പോലെ ഉണ്ടായിരുന്നു സ്പേസ്. അതിലൊരു വലിയ മരം കണ്ടു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2 നിലകളുടെ ഹൈറ്റുള്ള ആ മരം ഇൻഡോർ പ്ലാന്റായിട്ട് തന്നെ അവർ വളർത്തിയിട്ടുണ്ട് കണ്ടോ. ക്ലോസ്ഡ് ഏരിയയിൽ തന്നെയാണ്. ഇതൊക്കെ അവരുടെ റൂംസാണ് സൈഡിലുണ്ടായിരുന്നൊക്കെ. ഇത് ഞങ്ങൾ കഴിച്ച ബുഫേ റെസ്റ്റോറൻറ്റ് അല്ലാതെ ഇതൊരു അലാക്കൊട്ട റെസ്റ്റോറൻറ്റും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അലാക്കാട്ട് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വൈകുന്നേരം പോയത് ചായ കുടിക്കാനായിട്ട്. ഇനി നേരെ പോണത് അവരുടെ നമ്മുടെ ആയുർവേദിക് വെൽനസ് സെൻറ്റർ കാണാനാണ്. അവിടെ കുറേ ആയുർവേദിക് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പുത്രൻ ജീവകം എന്ന് പറഞ്ഞ ചെടി ഞാൻ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ പേര് കൊടുത്തിരിക്കുന്നത്, പുത്രൻ ജീവകം എന്ന്. പിന്നെ ഇലഞ്ഞി മരമാണെങ്കിൽ ഇലഞ്ഞി നമ്മുടെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പടി കയറിയിട്ട് വെറുതെ അകത്ത് എന്താണെന്നൊന്ന് കാണാൻ വേണ്ടി പോയതാണ് വെൽനസ് സെൻറ്ററിൻ്റെ. അപ്പോൾ അകത്തോട്ട് പടി കയറി പോകുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ആയുർവേദത്തിൻ്റെ ദേവനായ ധന്വന്തരിയാണ്. ധന്വന്തരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടും കരുതപ്പെടുന്നുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴെ നടുമുറ്റമുണ്ട്. അവിടെ കുറച്ച്
ക്ലയൻസൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അധികം നിന്നില്ല. ഇറങ്ങി വന്നപ്പോൾ കരിന്നൊച്ചി എന്ന് പറഞ്ഞ ചെടി കണ്ടു. അത് ഇലകൾ കഷായം ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അശോകമാണെങ്കിൽ സ്ത്രീകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ചെടിയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ അവരുടെ റൂംസാണ്. ഏതാണ്ട് 245ഓളം റൂംസ് ഉണ്ട് കേട്ടോ. ഇതൊരു പൂളാണേ, അത്യാവശ്യം നല്ല വലിയ പൂള് തന്നെയാണ് കേട്ടോ. പിന്നെ നേരെ കാണുന്നതൊക്കെ കണ്ട കുറേ ആർട്ട് വർക്കുകളൊക്കെ അവിടെ നമുക്ക് കാണാം. റൂംസിലൊക്കെ ബീച്ച് വ്യൂ ഉള്ള ബാൽക്കണിയുള്ള റൂംസൊക്കെ ഉണ്ട് അവിടെ. സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ബീച്ചാണ്. ഇന്ന് നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല മൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ കടൽ കുറച്ചൊന്ന് വയലൻ്റായിരുന്നു കേട്ടോ. നല്ല വയലൻ്റായിട്ട് സൗണ്ടൊക്കെ തിരമാലയൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അവർ അരവിന്ദ് അഞ്ജലിയും കൂടി വീഡിയോ ഷൂട്ടിന് പോയതാണ്. അവസാനം ഒരു തിരമാല അടിച്ചതും പേടിച്ച് അഞ്ജലി ഓടി താഴെ ഇറങ്ങി. ആ ഒരു സ്റ്റെപ്പ് കണ്ടോ, ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന, അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് കൂടെയുണ്ട്, ഞാൻ കാണിക്കാമേ. അത് കണ്ട് ഞാനും കൂടെ പേടിച്ച് തിരിച്ചോടി വന്നു കേട്ടോ. അങ്ങനെ നേരെ ഇറങ്ങുന്നത് കടലിലോട്ടാണ്. അതെനിക്ക് കണ്ടപ്പോൾ പേടിയായി. ഞാൻ പിന്നെ നേരെ കയറി വന്നു. കടലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല ആഞ്ഞടിക്കുകയാണ്. സാധാരണ ബ്രൈറ്റ് ഡേയ്സിലുള്ള പോലെ വ്യൂ അല്ലായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മളുടെ സ്റ്റാഫ് പറഞ്ഞു, അവിടുത്തെ ഗൈഡ് പറഞ്ഞു, ഇതിൻ്റെ 3rd ഫ്ലോറിൽ കൂടെ ഒന്നും കൂടെ ബീച്ച് വ്യൂ കിട്ടുമെന്ന് പറഞ്ഞു. നല്ല, അപ്പോൾ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ 3rd ഫ്ലോറിലെ ബീച്ച് വ്യൂയിലേക്ക് പോണ വഴിയിലാണ്. അതുകൊണ്ട് വീണ്ടും ആർട്ട് വർക്കുകൾ കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം നല്ല മെയിൻറ്റെയിൻഡ് ആണ്, വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള റിസോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു. ഇത് 2ാമത്തെ പൂളാണ്. ആ പൂളിൽ ഒരുപാട് പേര് കുളിക്കുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ നമ്മുടെ 3rd ഫ്ലോറിൽ റൂഫ് ടോപ്പ് എത്തി. നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു, അവിടെയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. നല്ല വ്യൂ തന്നെ ഉണ്ടായിരുന്നു, സീ വ്യൂ. കുറേ നേരം ഞങ്ങളവിടെ നിന്ന് കേട്ടോ. നല്ല കാറ്റായിരുന്നു കൊണ്ട് ആ തെങ്ങിൻ്റെ ഓലകളൊക്കെ കണ്ടറിയാം, നല്ല കാറ്റായിരുന്നു. പക്ഷെ ഇത്രയും നല്ല വ്യൂ നോക്കി, എന്ത് രസമായിട്ടുള്ളൊരു വ്യൂ ആണെന്ന് നോക്കിയാൽ. കടൽ എൻജോയ് ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഞങ്ങളവിടെ പിന്നെ എന്താ പറയുക, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെ വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ പ്രശ്നമൊന്നും ആയില്ലേന്ന് ചോദിച്ചു. കാരണം ഇത്ര തൊട്ടടുത്താണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, റൂഫിൻ്റെ നമ്മൾ 3rd ഫ്ലോറാണ്. 3rd ഫ്ലോറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും എത്ര അടുത്താണ് കടൽ നിൽക്കുന്നതെന്നുള്ളത്. ഇത്ര രസമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണിത്. എന്തായാലും 1 ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ്. സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും വേണ്ട, ഈ 1 ഡേ തന്നെ ധാരാളം. അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഇൻഡോർ ഗെയിംസിൻ്റെ സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ കുറേ ഇൻഡോർ ഗെയിംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. ഇതാണ് ഫൂസ് ബോൾ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഗൈഡ് പറയായിരുന്നു, നിങ്ങളിനി ഇവിടുത്തെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനാകുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിൽ, അലാക്കാട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് സംസാരിച്ചുകൊണ്ടിരുന്നവർ. ഇവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചു. ഫൂസ് ബോൾ എന്തോ എനിക്ക് അങ്ങോട്ട് അത്രയും എന്താ പറയുക ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കളിച്ചില്ല. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുറകിലാണെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ എടുത്തില്ല, കുട്ടികളൊക്കെ കളിക്കുന്ന ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയി വീഡിയോ എടുത്തില്ല കേട്ടോ. അടുത്തതാണെങ്കിൽ എയർ ഹോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ക്യാരംസ് കളിക്കുന്ന പോലെയായിരുന്നു കേട്ടോ. നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റി. എനിക്കതിൻ്റെ റൂൾസ് ഒന്നും തന്നെ അറിയില്ലെങ്കിലും ഞാൻ അബദ്ധവശാൽ ആ കളി ജയിച്ചു. അതിൻ്റെ ബഹളമായി കേൾക്കുന്നത്. അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ബേഡ്സിനെ കാണാൻ പോയി. പെറ്റ് ബേഡ്സ് ഉണ്ടായിരുന്നു അവിടെ. ഇതാണ് 2ാമത്തെ പൂള് കേട്ടോ. പോണ വഴിയിൽ 2ാമത്തെ പൂളും കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ പെറ്റ് ബേഡ്സിനെ കാണാൻ പോവാം. ഹായ്, എല്ലാവരും നല്ല പോസൊക്കെ ചെയ്തിരിപ്പുണ്ട്. നമുക്ക് കൂട്ടിലിരിക്കുന്നതൊക്കെ ഉണ്ട്, എന്തൊരു സ്റ്റൈലായിട്ടാണ് ഇരിക്കുന്നതാണ്. ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നവർ കണ്ടോ. ഹായ്, ഇതാ എല്ലാവരും കൂടെ വന്ന് കഴിക്കുക.
എന്ത് രസമല്ലേ കാണാൻ. പാവം പല കളേഴ്സായി. ഹായ് ഹായ്, ഒരാളും കൂടെ വന്നു. പിന്നെ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അവിടെ വെജിറ്റബിൾ സമോസയും എന്താ പറയുക ബട്ടർ കുക്കീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ അവരൊരു കേക്കും കൂടെ കൊണ്ടുവച്ചു കേട്ടോ, റോസ് ഫ്ലേവേർഡ് കേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ പിറ്റേ ദിവസം അരവിന്ദ് പറഞ്ഞ് അത് ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാനത് ഉണ്ടാക്കി അവരത് കൊണ്ടുപോവുകയും ചെയ്തു ബാംഗ്ലൂരിലേക്ക്. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ട്രിപ്പ് മതിയാക്കി 4 മണിയായപ്പം അവിടുത്തെ ഡ്രൈവർ ഞങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഞങ്ങളങ്ങനെ അതിൽ കയറി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇതുവരെ ഇവിടെ പോയിട്ടുള്ളവർ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് കമൻറ്റ് ചെയ്യണം. പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.